ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബുസ്റ്ററിന്റെ 68ാമത്തെ ദിവസമാണിന്ന്. 36/2023 എന്ന് പറയുന്നത് കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. y അക്ഷം പ്രതിസാമ്യത അക്ഷമായി എടുത്താൽ 3-4 ബിന്ദുവിന്റെ പ്രതിബിംബം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എടുക്കേണ്ടത് എവിടെയാണ്? നമുക്കറിയാം, 2 ആക്സിസുകൾ ഉണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ y ആക്സിസ് എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ x ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കുമല്ലോ 3-4 എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. ഇവിടെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ എന്താണ്? x എന്ന് പറയുന്ന നെഗറ്റീവും y പോസിറ്റീവ് ആയിരിക്കും. താഴേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് രണ്ടും നെഗറ്റീവാണ്. ഓക്കെ, ഇവിടെ എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂവും വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൈ അക്ഷം, അതായത് ഇവിടെയാണ് നമ്മൾ, അതിനെയാണ് നമ്മൾ മിററാക്കി എടുത്തു കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്ത് വരുന്ന പോയിന്റ് 3, 4 തന്നെ ആയിരിക്കും. അവിടെ എന്താണ്? -3 + 4 ആണ് വരേണ്ടത്. സോ -3 + 4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി അതേസമയം ഈ പോയിന്റ് 3, 4 തന്നിട്ട് ഇവിടത്തെയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? ഇവിടെയും നമുക്ക് 3, 4 തന്നെ വരും. അവിടെ എന്താണ്? എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും വൈ എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്. അപ്പോൾ ഏത് ആക്സിസിനെയാണോ നമ്മൾ, എക്സ് ആക്സിസിനെയാണ് എടുക്കുന്നതെങ്കിൽ വൈ നെഗറ്റീവ് ആക്കണം. വൈ ആക്സിസിനെയാണ് എടുക്കുന്നതെങ്കിൽ എന്താക്കി മാറ്റണം? എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കി മാറ്റണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അബൂ സലീം എന്നിവർ അവർക്ക് ലഭിച്ച ലാഭത്തെ 5:3 അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപയെ അധികം ലഭിച്ചു എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അബുവും സലീമും ആണ്, 2 പേരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 5:3 അംശബന്ധത്തിലാണ് വായിക്കുന്നത്. 1500 രൂപ അധികം ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അബു ഉണ്ട്, അതേപോലെ തന്നെ ആരുമുണ്ട്? സലീമും ഉണ്ട്. അബുവിൻ്റെ നമുക്ക് 5 ആക്കി എടുക്കാം, 5x ആക്കി എടുക്കാം. സലീമിൻ്റെത് 3x ആക്കി എടുക്കാം. അബുവിന് 1500 രൂപ അധികം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ വ്യത്യാസം എത്രയാണ്? 2x ആണല്ലോ. ഈ 2x ആണ് ഈ പറയുന്ന 1500 രൂപ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാഭം എത്രയെന്നാണ്. അതായത് ഈ പറയുന്ന 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം 8 ആണെന്നല്ലേ. അതായത് അവരുടെ ടോട്ടൽ ലാഭമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? അതായത് 2x എന്ന് പറയുന്നത് 1500 ആണെങ്കിൽ 8x എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരെ ക്രോസ് ചെയ്താൽ മതി. 8 × 1500 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇവിടെ ഇതും കൂടി കട്ടായി പോകും. 4 തവണ 4 × 1500 എന്ന് പറയുന്നത് എത്ര വരും? 6000 രൂപയാണ് അവർക്ക് എന്തായിട്ട് ലഭിച്ചത്? ലാഭമായിട്ട് ലഭിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര രൂപയാണ് അവർക്ക് ലാഭമായിട്ട് ലഭിച്ചത്? 6000 രൂപയാണ് ലാഭം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ എന്ന്, ഒരു സമാന്തര ശ്രേണിയിലെ അഥവാ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ n പദങ്ങളുടെ തുക 3n² + 1 ആയാൽ പൊതുവ്യത്യാസം എത്ര? 3n² + 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഇത് S1 ആണ്. Sn ആണ് തന്നിരിക്കുന്നത്. എന്ത്? 3n² + 1 എന്നുള്ളത്. അതേസമയം നമുക്ക് an ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 5n + 3 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? n-ാം പദം എന്താണെന്നാണ് പറയുന്നത്? ഈ പറയുന്ന 5n + 3 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നിന്റെ കോയിഫിഷ്യന്റ് എന്താണോ അതാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാവുന്നത് n പദങ്ങളുടെ തുകയാണ്. നമുക്ക് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഇത് ആൻസർ വരില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. S1 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 3 × 1² + 1 എന്ന് പറയുന്നത് എത്ര വരും? 4 വരും. ഇനി S2 നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഇവിടെ 2, ഇപ്പൊ ആദ്യത്തെ ടേം 4 തന്നെയാണ് നമുക്ക് മനസ്സിലായി. അടുത്ത ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 × 2ന്റെ സ്ക്വയർ + 1 എന്ന് വരും. 3 × ഇവിടെ എത്ര വരും? 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 + 1, 4 3 12 + 1 13. ഈ പറയുന്നത് S2 ആണ്. അതായത് ഇവിടെ ഏതോ ഒരു സംഖ്യയും കൂടി എഴുതിയിട്ട് അത് രണ്ടും കൂടി കൂട്ടിയപ്പോഴാണ് ഈ പറയുന്ന 13 കിട്ടിയത്. ഈ സംഖ്യ എത്രയായിരിക്കും? 13ൽ നിന്ന് 4 കുറച്ച് നമുക്കറിയാം 9 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ടേം കിട്ടി 4 ആണ്, രണ്ടാമത്തെ ടേം 9 കിട്ടി. 1ഉം 2ഉം കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാകണം? വ്യത്യാസം 5 ആണ് പൊതുവ്യത്യാസം.
ഇവിടെ 5 കിടപ്പുണ്ട്. പക്ഷേ ഈ തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി ആയിരുന്നില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം മൂന്നാമത്തെ ടേം S3 കണ്ടുപിടിച്ച് നോക്കാം. S3 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താ വരേണ്ടത്? 3 ഇൻറ്റു 3ന്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അതായത് 3 ഇൻറ്റു 3ന്റെ സ്ക്വയർ 9, 9 പ്ലസ് 1, 9 ടു 3 27, 1 28 ആയിരുന്നു 3 പദങ്ങളുടെ തുകയായിട്ട് വരേണ്ടത്. സോ ഇവിടെ നെക്സ്റ്റ് വരേണ്ട പദം എന്ന് പറയുന്നത് എത്രയാണ്? 28ൽ നിന്ന് 13 കുറച്ചാൽ നമുക്ക് കിട്ടും. 8ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 കിട്ടും. 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. 15 വരേണ്ടി വന്നേനെ 15. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് പൊതുവ്യത്യാസം 5 ആണ് എങ്കിൽ ഇവിടുത്തെ സമ്മ എത്രയായിരിക്കണം? 9 5 14 ആയിരിക്കണം വരേണ്ടത്, പൊതുവ്യത്യാസം 5 ആണെങ്കിൽ. സോ ഇവിടെ എന്ത് മനസ്സിലാക്കാം? ഈ തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്? ക്യാൻസൽ ചെയ്തത്. നെക്സ്റ്റ് നോക്കാം. 31 ഇതിന്റെ ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 31ന്റെ വിലയെ ഒറ്റ എണ്ണൽ 31 സ്ക്വയറിന്റെ വിലയെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതിയാൽ അവസാനത്തെ എണ്ണൽ സംഖ്യ ഇത്. അവസാനത്തെ എണ്ണൽ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നോർമലി നമുക്ക് ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ 1 3 5 7 അങ്ങനെ അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് ഏതോ ഒരു സ്ഥലം 31 സംഖ്യകൾ എഴുതിയപ്പോൾ എന്തെന്ന് കിട്ടി? ഈ പറയുന്ന എണ്ണൽ സംഖ്യയാണെന്ന് കിട്ടി. ഓക്കെ, അതായത് എണ്ണൽ സംഖ്യ ഇവിടെ എത്രയാണ്? 31 എന്ന് പറയുമ്പോൾ ശരിക്കും 61ാമത്തെ നമ്പറാണ് വരേണ്ടത്. ഓക്കെ, 61. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? പക്ഷേ ഈ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ആണ്. 1 3 5 7 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 61 വരെ എഴുതി. ഓക്കെ, 61 എന്നല്ല, നമുക്കിവിടെ നോർമലി നമുക്ക് എഴുതാനായിട്ട് വരും. 61 നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് നോക്കി ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 31നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് 62 കിട്ടും. അതിൽ നിന്ന് 1 കുറച്ച് എഴുതിയാൽ മതി. ഇനി ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 61 സംഖ്യകളുണ്ട്. ഇവിടെ n എത്രയെന്നാണ് ആ ചോദിച്ചിരിക്കുന്നത് അല്ലെ? n ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ ഇക്വേഷൻ? an അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 എന്നുള്ളത്. സോ 61 മൈനസ് ആദ്യ പദം 1 ആണ്, ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം എത്രയാണ്? 2 ആണ്, പ്ലസ് 1 എന്ന് വരും. 61ൽ നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 60/2 എന്ന് വരും, പ്ലസ് 1. 60/2 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 1, സോ 31. ഉണ്ടോ? ഇങ്ങനെയും നമുക്ക് 61 കിട്ടും. പക്ഷേ ഇവിടെ 61 അവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? ഏതോ ഒരു സംഖ്യയുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റേതോ ഒരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? അതായത് ഈ പറയുന്ന x ഡിവൈഡ് ബൈ y എത്രയെന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡിവൈഡ് ബൈ 3/4 ഉണ്ട്. ഇത് നേരെ ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു 3 ആകും. ഈ 2 ഇപ്പുറം വരുമ്പോൾ എന്താകും? ഡിവൈഡ് ബൈ 2 എന്നാകും. 3 ഇൻറ്റു 3 9 ആണ്, 9/8. അതായത് x/y എന്ന് പറയുന്നത് 9/8 ആകും. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഒരു ദ്വിമാന സമവാക്യത്തിലെ മൂല്യഗണത്തിലെ ഒരു അംഗം 3 + √7 ആയാൽ മൂല്യഗണത്തിലെ അംഗങ്ങളുടെ ഗുണനഫലം എത്താം. അതായത് ദ്വിമാന സമവാക്യം എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? അവിടെ നമുക്കറിയാം ഒന്നുകിൽ 2 സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് നോ സൊല്യൂഷൻ. അങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത്. 2 സൊല്യൂഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് x = -b ± √b² - 4ac / 2a എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതൊന്നും ഓർക്കണ്ട. ലാസ്റ്റ് വരുന്ന ആൻസർ നമുക്ക് ± എന്ന് പറഞ്ഞൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അറിയില്ല എന്ന് വിചാരിക്കേണ്ട. എല്ലാവരും പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ നമ്മൾ എല്ലാവരും പഠിച്ചൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഒരംഗം തന്നിട്ടുണ്ട് 3 + √7 ആണെങ്കിൽ മറ്റേത് അതിന്റെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 3 - √7 ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ വരുവാണെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കുക. കോൺജുഗേറ്റ് മൾട്ടിപ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ 3 + √7 ആണെങ്കിൽ ഇവിടെ എന്താണ്? 3 - √7 ആണ്. ഇതിന്റെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഗുണനഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന എന്താണ്? a + b × a - b. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? a² - b². സോ ഇവിടെ എന്ത് വരും? 3² - √7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 7 തന്നെയാണ്. സോ 3² - 7 എന്ന് വരും. അതായത് 9 - 7 2 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഈയഗോളം ഉരുക്കി ഒരു ഗോളം 10
10 സെന്റിമീറ്റർ ആരമുള്ള ഈയഗോളം ഉരുക്കി അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കി മാറ്റി. അതേ ആരമുള്ള ഒരു വൃത്തസ്തൂപികയാക്കി മാറ്റി. ഇതിൻ്റെ ആരം 10 ആണെങ്കിൽ അതിൻ്റെ ഉന്നതി അഥവാ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന കണ്ടീഷൻ, ഇവരുടെ രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒന്നുരുക്കി മറ്റൊന്നുണ്ടാക്കുവാണ്. സോ രണ്ടിൻ്റെയും വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് തുല്യമാണ്. ഇവിടുത്തെ വോളിയം എത്രയാണ്? ഈയഗോളമാണ് അല്ലേ? ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3 πr³ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എന്ന് പറയുമ്പോൾ എന്താണ്? 1/3 πr²h ആണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? അതേ ആരം. സോ രണ്ടിൻ്റെയും ആരം അഥവാ ആരം എന്താണ്? തുല്യമാണ്. ഇവിടുത്തെ by3 എന്ത് ചെയ്യാം? കട്ടായി പോകും. പയ്യും കട്ടായി പോകും. ഇവിടെ 3 r ഉണ്ട് അല്ലേ? ഇവിടെ 2 r ഉണ്ട്. നമുക്ക് ഇതും ഇവിടുത്തെ 3 r 2 r കട്ട് ചെയ്ത് കളയാം. സോ ഇവിടെ ബാക്കി എന്ത് വരും? 4r = h എന്ന് വന്നു. ഇനി r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ h എന്ന് പറയുന്നത് 4r, അതായത് 4 × 10 ആണ്. സോ 40 ആണ് എന്തെന്ന് പറയുന്നത്? വൃത്തസ്തൂപികയുടെ ഉന്നതി എന്ന് പറയുന്നത്. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരം, ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒരു സമചതുരം അന്തർലേഖനം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അതിൻ്റെ ഒരു വശം, സമചതുരത്തിൻ്റെ വശം 2 സെന്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? ഇവിടെ നമുക്കറിയാവുന്നൊരു കണ്ടീഷനാണ്. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം a ആണെങ്കിൽ അതിൻ്റെ വികർണം എന്ന് പറയുന്നത് a√2 ആണ്. നമ്മൾ ജനറലി പഠിക്കുന്നതാണ്. സോ ഇവിടുത്തെ എന്താണ്? ഇവിടുത്തെ a√2 എന്ന് പറയുമ്പോൾ 2√2 ആണ്. ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത്, വൃത്തത്തിൻ്റെ ആരമല്ല, വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എന്താണ്? 2√2 ആണ്. അതാണല്ലോ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, 2√2 ആണെന്നുള്ളത്. ഉണ്ടോ? ഇതാണ് അന്തർലേഖനം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനിയപ്പോൾ അതിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആരം എന്ന് പറയുമ്പോൾ വ്യാസത്തിൻ്റെ പകുതിയാണ്. സോ 2√2/2. സോ √2 ആണ് വ്യാസം എന്ന് പറയും, ആരം എന്ന് പറയുന്നത്. ആരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവ്. പരപ്പളവ് എന്ന് പറയുന്നത് πr² ആണ്. സോ π × √2² ആണ്. π × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2π ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. √2n = 1024 ആയാൽ എന്നിൻ്റെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. √2n, അതായത് a⁴n. നമുക്കിവിടെ അങ്ങനെ ആകണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന 1024നെ നമുക്ക് 2ൻ്റെ ബേസിലോട്ട് മാറ്റണം. ഇവിടെ നമുക്ക് √2നെ നമുക്ക് 2⁴1/2 എന്ന് എഴുതാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്കി ഇവിടെ ചെയ്യാം. ഇവിടെ നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 512 വരും. എഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 256 വരും. എഗെയിൻ നമ്മളിതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 128 വരും. 2 64 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 32 വരും. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 16 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 4 2 ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10. അതായത് 1024 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 2⁻10 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനായി പറ്റും. സോ ഇതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കാം. √2നെ നമ്മൾ എങ്ങനെ എഴുതി? 2⁻1/2. പിന്നെ എന്തും കൂടി ഉണ്ട്? n ഉണ്ട് അല്ലേ? ഈ n നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? ഇല്ല. അടുത്തത് 1024 നമുക്ക് എന്തെഴുതാം? 2⁻10 എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് a⁻m × n എന്ന് പറയുന്നത്. a⁻m × n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 2n/2 = 2⁻10 എന്ന് വന്നു. രണ്ടിടത്തും ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായി പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ n എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 10 × 2, അതായത് 20 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ 20 ആണ്. നെക്സ്റ്റ് നോക്കാം. 6 ലിറ്റർ പാല് 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിൽ നിന്നും
ഒരു കുപ്പിയിലെ പാലിന്റെ 2/3 ഭാഗം എടുത്ത് ചായ ഇട്ടു എങ്കിൽ ചായക്കെടുത്ത പാൽ എത്ര ലിറ്റർ ആണെന്നാ എന്താ പറഞ്ഞിരിക്കുന്നത്? 6 ലിറ്റർ പാല് 8 കുപ്പികളിലായി വീതിച്ചു. നമ്മളിപ്പോൾ പറയുകയാണ് 10 മിഠായി നമ്മൾ എന്ത് ചെയ്തു? 5 കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന മിഠായി എത്രയാണ്? 2 ആണല്ലോ. അതായത് എങ്ങനെയാണ്? 10/5 ചെയ്താൽ മതി. സോ സെയിം തന്നെയാണ് ഇവിടെ. 6 ലിറ്റർ പാല് 8 കുപ്പികളിലായിട്ട്. അപ്പൊ ഒരു കുപ്പിയിലുള്ളത് എത്രയാണ്? 6/8 എന്ന് കിട്ടും. 6/8 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കട്ട് ചെയ്യുമ്പോഴേക്കും എത്ര വരും? 3/4 എന്ന് വരും. ഇത്രയുമാണ് എന്ത്? 3/4 ലിറ്ററോളം വരും അല്ലെ ഒരു കുപ്പിയിലെ പാലെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കുപ്പിയിൽ 3/4, അതിൻ്റെ 2/3 ഭാഗം എടുത്ത് ചായക്കെടുത്തു. ഇതും കൂടി കട്ടായി പോകും, ഇതും കൂടി കട്ടാകുമ്പോൾ 1, 2. സോ 1/2 ലിറ്റർ, 1/2 ലിറ്റർ പാലെടുത്ത് ചായ ഇട്ടു. അത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. അതിനിങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. 6 ലിറ്റർ പാല് 8 കുപ്പികളിലായി വീതിച്ചു. അപ്പോൾ ഇത് ഒരു കുപ്പിയിലെ കണക്കാണ്. ഇൻറ്റു അതിൻ്റെ 2/3 ഭാഗം. ഇതും കൂടി കട്ടായി പോകും 2 തവണ, ഇതും കൂടി കട്ടായി പോകും 4 തവണ, 2ഉം 4ഉം കൂടി കട്ടായി പോകും 1/2 തവണ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചേഞ്ച് ഇൻ ടു ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി. റാണി പറഞ്ഞ എന്താണ്? ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. ഇവിടെ വിസിറ്റഡ് V2 ഫോം ആണ് വന്നിരിക്കുന്നത്. ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ V2 ആണെങ്കിൽ അതിനെ എന്താക്കി മാറ്റണം? V1 ആയാൽ അത് V2 ആക്കണം, V2 ആണെങ്കിൽ അത് V3 ആക്കണം. എന്ത് V3? ഹാഡ് V3 ആക്കി മാറ്റണം. സോ ഇവിടെ നോക്കിക്കേ, ഹാഡ് വിസിറ്റഡ് എന്ന് പറയുന്നത് ഏതാണ്? 2 എണ്ണം ഉണ്ട്. ഇപ്പൊ 2 എണ്ണത്തിൽ നമുക്ക് പെൻഡിങ് നിർത്താം. പിന്നെ നമ്മൾ നോർമലി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്താണ് പറയുന്നത്? ഹാഡ് വിസിറ്റഡ് അല്ലേ? അതായത് ഈ പറയുന്ന ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് എന്താക്കി മാറ്റണം? പ്രീവിയസ് വീക്ക് അല്ലെ, ടുമാറോ, യെസ്റ്റർഡേ, ഇതൊന്നും നമ്മൾ അങ്ങനെ തന്നെ പറയില്ല അല്ലെ. അപ്പൊ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് എന്താക്കി മാറ്റും? പ്രീവിയസ് വീക്ക് ആക്കി മാറ്റും. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. അപ്പൊ V1 ആണെങ്കിൽ V2 ആക്കണം, V2 ആണെങ്കിൽ ഹാഡ് V3 ആക്കി മാറ്റണം. അത് ഓർത്താൽ മതി. What does the prefix extra means in the word extraordinary? Extraordinary എന്ന് പറഞ്ഞാൽ എന്താണ്? against, similar, opposite, beyond അല്ലെ. ബിയോണ്ട്, അതീതമായിട്ട്. നമ്മൾ പറയില്ലേ അവൻ എക്സ്ട്രാ ഓർഡിനറി, അവൻ എന്തോ നോർമലി എന്നൊക്കെ കൂടുതലുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ആണ്. അതായത് അതിന്റെ മീനിങ് ആണ് വരേണ്ടത് ബിയോണ്ട് എന്നുള്ളത്. Find out the suitable article from the choices given below. ഡാഷ്, നമ്മളിത് ഈവൻ അല്ല പറയുന്നത്, ഇതിനെ വായിക്കേണ്ടത് യു എന്നാണ്. യു. അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത്? യു എന്ന് പറയുമ്പോൾ എ യു ഈസ് എ ഫീമെയിൽ ഷീപ്പ് എന്നാണ് വേണ്ടത്. യു ആണ് വായിക്കേണ്ടത്, ഈവൻ അല്ല വായിക്കേണ്ടത്. യു ആണ് യു. നമ്മൾ പറയത്തില്ലേ എ യൂണിയൻ. നമ്മൾ പറയുന്നത് എന്താണ്? AEIOU വന്നു കഴിഞ്ഞാൽ, വവൽസ് വന്നു കഴിഞ്ഞാൽ അവിടെ ആൻ യൂസ് ചെയ്യണമെന്നാ. പക്ഷെ നമ്മൾ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ്, യു ആണ് വായിക്കേണ്ടത്. അവിടെ സ്വരാക്ഷരമല്ല വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എ യൂസ് ചെയ്യുന്നത്. എ യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ് പറയുന്നത്. അതേപോലെ നമ്മൾ പറയുന്ന മറ്റൊന്നാണ് ആൻ അവർ. ഹവർ അല്ല, ശരിക്കും ഇതിനെ അവർ എന്നാണ് അല്ലെ, അവർ. അപ്പോൾ ആ ഒരു സ്വരാക്ഷരമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ ആൻ ഹോണസ്റ്റ് ഉണ്ടാ, ഇതൊക്കെ നമ്മൾ ആന യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഏതാണ്? എ യു ഈസ് എ ഫീമെയിൽ ഷീപ്പ് എന്നാണ് പറയേണ്ടത്. ഐഡന്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലൂറൽ ഫോം ആയിട്ട് വരേണ്ടത് സ്റ്റിമുലി ആണ്. ഓക്കെ, അതായത് സ്റ്റിമുലസ്, സ്റ്റിമുലസ്. ഈ അസ് വന്നു കഴിഞ്ഞാൽ അവിടെ അത് മാറ്റി ഐ ആക്കിയാൽ മതി. റേഡിയസ്, അസ് മാറ്റി എന്താക്കണം? ഐ ആക്കണം. സോ ഇവിടെ എന്ത് ചെയ്യണം? റേഡി അവിടെ ഓൾറെഡി ഉണ്ട്, ഒരു ഐയും കൂടി ഇട്ട് കൊടുക്കണം, റേഡിയായി. ഫംഗസ്. ഓക്കെ, അസ് വന്നാൽ അത് എന്താക്കി മാറ്റണം? ഫംഗി. ഉണ്ടാ. പിന്നെ നമുക്ക് ഏതാണ് പറയാൻ പറ്റുന്നത്? ലോക്കസ്. ലോക്കസ്. അസ് വന്നാൽ എന്താക്കി മാറ്റണം? ലോസി. ഉണ്ടാ, സി ഐ. അസ് വന്നാൽ ഐ ആക്കി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, find out the correct answer for the conditional sentence. If you had studied well, if clause ആണ് പറഞ്ഞിരിക്കുന്നത്, had studied, had V3 ഫോം ആണ് വന്നിരിക്കുന്നത്. സോ മെയിൻ ക്ലോസിൽ എന്ത് വേണം? you dash the first rank എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് വേണം? ഇവിടെ നമുക്ക് would have വേണം അല്ലെ. had V3 വന്നാൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത് വേണം? would have V3 ആണ്. സോ ഇവിടെ എന്ത് വേണം? would have got ആണ് വേണ്ടത്. would have got the first rank എന്ന് പറഞ്ഞാൽ. ഓക്കെ,
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ് പറയേണ്ടത്? ദാൻ വന്നിട്ടുണ്ടല്ലേ ഇവിടെ. ദ എക്സാം ഈസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. ഈസിയർ അല്ലെ, ഈസിയർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് പറയുന്നത്. ഈസിയസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ആണ്. പോസിറ്റീവ് ഡിഗ്രി ഹൗട്ടർ ദാൻ, ടോളർ ദാൻ, ഷോർട്ടർ ദാൻ വരുമ്പോൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോഴാണ് ദ ലാസ്റ്റ് എക്സാം ഈസ് ഈസിയർ ദാൻ ദ ലാസ്റ്റ് വൺ. തൊട്ട് മുമ്പുള്ള എക്സാമിനേക്കാൾ എന്തായിരുന്നു ദ എക്സാം അല്ലെ, ഇപ്പോഴത്തെ എക്സാം എന്താ തൊട്ട് മുമ്പുള്ള എക്സാമിനേക്കാൾ നല്ലതായിരുന്നു. കമ്പയർ ചെയ്താണ് നമ്മൾ പറയുന്നത് അല്ലെ. വാട്ട് ഈസ് എ സിനോണിം ഓഫ് സോർ? സോർ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അസെന്റ് ആണ്. അസെന്റ് അതായത് സോർ മീൻസ് എന്താ? പറക്കുക, പറന്നു കയറുക എന്നുള്ള മീനിങ് ആണ്. കയറുക അസെന്റ് ആണ്. അപ്പോൾ സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ആം വന്നാൽ നമുക്കറിയാം ഇത് പോസിറ്റീവ് ആണ്. സോ ഇവിടെ എന്ത് വേണം? ആമിൻഡ്. ആമിൻഡ് നമ്മൾ പറയില്ല. സോ എന്ത് വേണം? ആറിൻ്റെ ഐ അല്ലെ. ആമിൻഡ് എന്ന് നമ്മൾ പറയില്ല. നെഗറ്റീവിൽ വരുമ്പോൾ ആം പ്ലസ് നോട്ട്, ആം നോട്ട് അല്ല പറയേണ്ടത്, ആറിൻ്റെ ആണ്. സോ ഇവിടെ എന്ത് വരണം? ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ആറിൻ്റെ ഐ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അപ്പാത്തീഡ്. അപ്പാത്തീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ ഏകാന്തതയാണ് അല്ലെ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. സെപ്പറേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഭിന്നതയാണ്. അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ പഠിച്ചു വെക്കാം? അപ്പാത്തീഡ്. ഓക്കെ, പാർട്ടാക്കാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഏതായിരിക്കും? ഭിന്നിപ്പിക്കുക, സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പാർട്ട്, ഇവിടെ നിങ്ങൾ പാർട്ട് വരെ ചിന്തിച്ചാൽ മതി. അപ്പാർട്ട്, പാർട്ടാക്കി പീസ് ആക്കുക, സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. വാട്ട് ഈസ് എ മസ്കുലിൻ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡച്ചസിന്റെ മസ്കുലിൻ എന്താണ്? ഡ്യൂക്ക് ആണ്. ഡ്യൂക്ക് ഡച്ചസ് ആണ്. എന്താണ്? പഠിച്ചു വെച്ചോ, ഡ്യൂക്ക് ഡച്ചസ്. ഡ്യൂക്ക് ഡച്ചസ് മറന്നു പോകരുത്. ഡ്യൂക്ക് ഡച്ചസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ്? സതീർത്ഥ്യൻ, സതീർത്ഥ്യൻ. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഏതാണ്? സതീർത്ഥ്യൻ അല്ലെ, കൂട്ടുകാരൻ. ആ ഒരു മീനിങ് ആണ്. സതീർത്ഥ്യനാണ്. പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞാണല്ലേ. പറയാൻ ആഗ്രഹിക്കുന്നതാണ് വിവക്ഷ. ജയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ജിഗീഷ അല്ലെ. ദിദൃക്ഷ, കാണാൻ ആഗ്രഹിക്കുന്നതിനാണ് ദിദൃക്ഷ എന്ന് പറയുന്നത്. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹമാണ്. പിപ്പാസ, കുടിക്കാനുള്ള ആഗ്രഹമാണ്. പിപ്പഡിഷ, പഠിക്കാനുള്ള ആഗ്രഹമാണ്. പിപ്പഡിഷു എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഓക്കെ, ജിഗീഷു ആരാണ്? ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ ജിഗീഷു എന്നും ജയിക്കാനുള്ള ആഗ്രഹത്തെ ജിഗീഷ എന്ന് പറയും. ദിദൃക്ഷ, കാണാനുള്ള ആഗ്രഹത്തെ ദിദൃക്ഷ എന്നും കാണാൻ ആഗ്രഹിക്കുന്നവനെ എന്താ? ദിദൃക്ഷു എന്ന് പറയും. പിന്നെ മുമുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്നവനെയാണ് മുമുക്ഷു എന്ന് പറയുന്നത്. തിക്തം, തിക്തം എന്നാണ്? തിക്തമാണ് അല്ലെ. തിക്തം എന്ന് പറയുമ്പോൾ അതിന്റെ വിപരീതം എന്ന് പറയുന്നത് എന്താണ്? മധുരമാണ്. ഓക്കെ, കയ്പും മധുരവും. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? കയ്പും മധുരവും എന്നൊക്കെ പറയത്തില്ല, അതേപോലെ തന്നെയാണ് എന്താണ്? തിക്തം എന്ന് പറയുമ്പോൾ ഒരു കയ്പാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? മധുരമാണ്. ആപ്പിൾ ഓഫ് ദ ഐ എന്താണ്? ആപ്പിൾ ഓഫ് ദ ഐ കുറേ തവണ നമ്മൾ പറഞ്ഞാണ്. കഴിഞ്ഞ ക്ലാസ്സിലും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുണ്ട്. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത് കണ്ണിലുണ്ണിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്നർത്ഥം വരുന്ന പദം. ഈ പറയുന്ന പദം നമ്മൾ എഴുതിയില്ലെങ്കിൽ എന്താണ്? നമ്മളെ എന്ത് ചെയ്യണം? നല്ല ചൂലും കെട്ടുകൊണ്ട് അടിക്കണം അല്ലെ. ചഷം, നമ്മള് ചെറിയ ക്ലാസ് മുതലേ ആകെ ഈ വാക്ക് പഠിക്കുമ്പോൾ, ഈ ഒരു വാക്ക് എഴുതി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് അല്ലെ. ചഷം എന്താണ്? മീനാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്നർത്ഥം വരുന്ന പദമാണ് ചഷം. LKG മുതൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. LKG UKG മലയാളം വായിക്കുമ്പോൾ തന്നെ ഈ ഒരു വാക്ക് കാണിക്കുമ്പോൾ ഇപ്പോഴും അതെ, ഇപ്പോഴും ഈ വാക്കിൽ കാര്യം, അതുകൊണ്ട് വേറെ വാക്കൊന്നും ഇല്ല. അപ്പൊ ച കാണുമ്പോൾ ചഷമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏറ്റുപാടുക എന്താണ്? ഏറ്റുപാടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരേണ്ടത്? ശിങ്കിടി പാടുക അല്ലെ. ധനാശി പാടുക അവസാനിപ്പിക്കുകയാണ്. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരതവാക്യം ചൊല്ലുക എന്ന് പറയുമ്പോൾ ഒരു അവസാനിപ്പിക്കുക എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറയുന്നത് കഷ്ടപ്പെടുത്തുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് അല്ലേ നക്ഷത്രം എണ്ണിക്കുക എന്ന് പറയുന്നത്. ചുമ എന്നർത്ഥം വരുന്ന പദം. ചുമ എന്ന് പറഞ്ഞാൽ എന്താണ്? കാസമാണ്. കാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമയാണ്, കാസം. കരീം പ്ലസ് പുലി എന്താണ്? കരി പ്ലസ് പുലി എന്ന് പറയുന്നത് കരിമ്പുലിയാണ്. കരിപ്പുലി അല്ല, കരിമ്പുലിയാണ്. പൂജക ബഹുവചനം നമ്മളെ ബഹുമാനിച്ച് പറയുന്ന ഏതാണ് ഇവിടെ വരേണ്ടത്? അധ്യാപകന്മാർ എന്ന് പറയുമ്പോൾ ആണുങ്ങളെ മാത്രം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. മരങ്ങൾ, വേലക്കാർ, ഇവിടെ ഏതാണ്? സ്വാമികൾ. അതിനെയാണ് നമ്മൾ പൂജ അല്ലെ ബഹുമാനിച്ച് പറയുന്നതാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് സ്വാമികൾ എന്നുള്ളത്. വെയിൽ നാളം എന്ന പദം സമാസമാണ് അല്ലെ. വെയിൽ നാളം, നമ്മൾ ആലോചിക്കുക. വെയിൽ നാളം എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിലിന്റെ നാളമാണ്. ഓക്കെ, വെയിലാലുള്ള നാളം, വെയിൽ കൊണ്ടുള്ള അല്ല, വെയിലിന്റെ നാളത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിൽ നാളം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ 30 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്